Hi guys, Assalamu alaikum. Welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കുന്നത് ഫലാഫിൽ സാൻഡ്വിച്ച് ആണ്. അപ്പോൾ ഫലാഫിൽ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഫലാഫിൽ ഉണ്ടാക്കണം. അപ്പോൾ ഫലാഫിൽ ഉണ്ടാക്കാൻ ഇതാ വെള്ളക്കടല, ഈ കടലയാണ് ഉപയോഗിക്കൽ. അപ്പോൾ ഈ കടല ഞാനൊരു 2 കപ്പ് രാവിലെ തന്നെ കുതിർത്തി വെച്ചതാണ്. ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ഒരു 7 മണി ആ സമയമൊക്കെ ആയി. രാത്രിയിലേക്കുള്ള ഫുഡ് ആയിട്ടാണ് ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത്. അപ്പം പിന്നെ ഒരു അത്ര സമയം ഇത് കുതിർന്ന് വന്ന് ഇനി ഇതിനെ നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് പിന്നെ അരച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് ഞാൻ മല്ലി ലീഫും പിന്നെ 2 ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ ഇത് കുറച്ച് ജീരകവും പിന്നെ മല്ലിയും കൂടി ഉള്ളതാണ്, അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. അപ്പം ഈ കടല അരച്ചെടുക്കുമ്പം പിന്നെ പേസ്റ്റാക്കി അരച്ചെടുക്കണ്ട, ജസ്റ്റ് ഒരു കടിക്കാൻ കിട്ടുന്ന പരിപ്പ് വടക്കൊക്കെ അരക്കുന്നില്ല ആ ഒരു ടൈപ്പിൽ അരച്ചെടുത്താൽ മതി. നല്ലോണം പേസ്റ്റായി അരഞ്ഞു പോവാണ്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് ഞാനൊരു ഫുഡ് പ്രോസസ്സറിലിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഇല്ലാത്തവർ പിന്നെ നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുത്താലും മതി. അപ്പം അത് ഞാൻ അരച്ചുകൊണ്ടുവരാം. അപ്പം ഞാൻ എന്താ ചിക്ക് പീസ് കടല നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഈ ടൈപ്പിലാണ് അരച്ചെടുത്തത്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പം മല്ലി ലീഫാണ് ചേർത്തെടുത്തത്. ഗൾഫിലൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടുന്ന് പാസ്ലി ലീഫ് കിട്ടും, അത് ചേർത്ത് കൊടുക്കാം. പകുതി പാസ്ലി ലീഫും പകുതി മല്ലി ലീഫൊക്കെ ആയിട്ട് ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല. മല്ലി ലീഫ് മാത്രമായാൽ ഇവിടെ കിട്ടാത്ത സാധനമല്ല, അപ്പം മല്ലി ലീഫ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇത് അരച്ചെടുത്ത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ബേക്കിംഗ് പൗഡറും പിന്നെ കുറച്ച് കോൺഫ്ലവർ പൗഡറും കൂടി ചേർത്തിട്ട് കുഴച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ സമയത്തേക്ക് ഞാൻ സാൻഡ്വിച്ച് അല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിൻ്റെ പണികൾ ചെയ്തെടുക്കാം. ആ സമയത്തേക്ക് അപ്പോൾ എൻ്റെ കയ്യിൽ ഡ്രൈ പാസ്ലി ലീഫ് ഉണ്ട്, അതും കൂടി ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി അരച്ചതൊക്കെ. അപ്പോൾ ഇത് ഈ കാണുന്ന പോലെയുള്ള ആ ഒരു ടൈപ്പ് തരിതരിപ്പിൽ അരച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പാസ്ലി ലീഫാണ്. അത് ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്, വെറുതെ ഒരു മണത്തിന് വേണ്ടിയിട്ടാണ്. വലിയ മണമൊന്നുമില്ലാത്ത സാധനമാണ് ഈ പാസ്ലി ലീഫ്, എന്നാലും അതല്ല അതിൻ്റെ മെയിനായിട്ടുള്ളത്, നമുക്ക് കിട്ടാത്തതുകൊണ്ടല്ലേ. അതുകൊണ്ട് പിന്നെ ഡ്രൈ പാസ്ലി ലീഫും ഇട്ട് കൊടുത്ത് കുറച്ച് ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലവർ പൗഡറാണ്. ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം.
അപ്പോൾ ഇതൊക്കെ ഞാൻ നല്ലോണം മിക്സ് ചെയ്ത് നല്ല അടിപൊളി സ്മെല്ലാട്ടോ ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ വരുന്നത്. ഇതൊരു 15 മിനിറ്റ് ഞാനൊന്നിങ്ങനെ അടച്ചു വെക്കുന്നുണ്ട്. അപ്പം അതിന് ശേഷം ഇത് ചുട്ടെടുക്കാം. ഇത് ഒരു ബോളാക്കിയിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാൻ വേണ്ടത്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് മറ്റേ സാൻഡ്വിച്ചിലേക്കുള്ള കുബൂസും അതിൽ ചേർക്കേണ്ട സലാഡൊക്കെ തഹീന ഉണ്ടാക്കണം, ഹമ്മൂസ് ഉണ്ടാക്കണം. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ തഹീനി സോസ് ഉണ്ടാക്കിയാണ്. അപ്പോൾ തഹീനി സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തഹീന എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു ബൗളിലേക്ക് കുറച്ച് തഹീന ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് തഹീന വാങ്ങിക്കാൻ കിട്ടും. വൈറ്റ് എള്ള് അരച്ചതാണിത്. നമുക്കിത് കുറച്ച് ഒരു കപ്പോളം തഹീന ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് ലെമൺ ജ്യൂസാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തണുത്ത വെള്ളമാണ് വേണ്ടത്. എന്നിട്ട് ഇതിൽ നല്ലോണം മിക്സ് ചെയ്യാം. ഇങ്ങനെ കൈ പിടിച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ. അപ്പോൾ തന്നെ ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ മാറി നമുക്ക് എത്രയാണോ ആ ഒരു സോസി ടൈപ്പ് വേണ്ടത് അത്ര വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്ത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഞാനൊരു ചെറിയൊരു ഗാർലിക് ക്ലോവ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും. അപ്പോൾ ഇതാ തഹീനി സോസ് റെഡിയായി. ഈ ഒരു പരുവത്തിലാണ് സോസ് വേണ്ടത്. ഇനി ഹമ്മൂസ് ഉണ്ടാക്കാം. ഹമ്മൂസ് ഇതുപോലെയുള്ള റെഡിമെയ്ഡാണ്. അപ്പോൾ റെഡി ടു യൂസ് ആണിത്, റെഡി ടു ഈറ്റ്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് തഹീന ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുന്നുണ്ട് തഹീന എക്സ്ട്രാ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ അതും കൂടി ഉണ്ടാക്കിയെടുക്കാം. അപ്പം നേരത്തെ സെയിം പ്രോസസ്സ് തന്നെയാണ് ഞാൻ ഹമ്മൂസ് ഉണ്ടാക്കാൻ എടുക്കുന്നത്. തഹീന ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് എന്നിട്ട് ഇതിലേക്ക് ഹമ്മൂസും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് പിന്നെ ഹമ്മൂസ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഹമ്മൂസിന് പ്രത്യേക ടേസ്റ്റാണ്. ഇതുപോലെ തന്നെ കഴിക്കുന്ന ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ് ഞാൻ പിന്നെ രണ്ട് ടൈപ്പ് ഞാൻ ഉപയോഗിച്ചത്. എനിക്കിഷ്ടം ഇതുപോലെ. എന്നിട്ട് ഇതൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കണം. മിക്സിയിൽ ഒലിവ് ഓയിലൊക്കെ ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഹമ്മൂസ് റെഡിയായി. ഇങ്ങനെ ഇളക്കാൻ മടിയുള്ള ആൾക്കാർ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ചില സമയത്ത് ഞാൻ മിക്സി എടുക്കും. ഇപ്പം ഞാനെല്ലാം ക്ലീനാക്കി വെച്ച് ഇനിയിപ്പോൾ മിക്സി എടുക്കണം, കൈയോടെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഹമ്മൂസ് റെഡിയായി. ഹമ്മൂസും തഹീനയൊക്കെ റെഡിയായി. ഇനി ഞാൻ പിന്നെ ഫലാഫിൽ പൊരിക്കാൻ ചെയ്യുന്നത്.
അപ്പോൾ ഫലാഫിൽ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് അപ്പോൾ പാത്രം നല്ല ചൂടായി എന്നിട്ടാകുമ്പോൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ല മുങ്ങി പൊരിയണം. അപ്പോൾ ഇതാ എണ്ണ നല്ല ചൂടായി ഇനിയിപ്പോൾ ഫലാഫിലിൻ്റെ മാവ് ഒരു ബോളാക്കിയിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ട് പിന്നെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യാം. എന്നിട്ട് ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ബ്രൗൺ കളറായി വരുമ്പം ഇത് നമുക്ക് മറിച്ചിടാം. ഇതിൽ കോൺഫ്ലവർ ചേർത്തുകൊണ്ട് നല്ല പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ട് വരും. ഇത് ആരി മൊസ. ഇവിടെ ഒരാളുണ്ട്. ഇവിടെ ഒരാളെ കാണിച്ചു തരാം. ഇവിടെ 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 മണം കേട്ട് വന്നതാ മൊസ. ഫലാഫിൽ കഴിക്കോ? അപ്പം ഇതാ ഫലാഫിൽ നല്ല അടിപൊളി കുക്കായിട്ടുണ്ട്. ഇതിപ്പോൾ കോരി മാറ്റാം. ഏകദേശം ഉള്ളൊക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ ഇത് മൊത്തം ചുട്ടെടുത്തിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. ഫുള്ള് കാണിക്കാതെ വീഡിയോയുടെ ലെങ്ത് കൂടും. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഈ ഫലാഫിൽ നല്ല സ്മെല്ലാണ്. നമ്മളെ ഒരു അറബിക്ക് ഹോട്ടലിലെല്ലാം പോയാലെല്ലാം അവിടുന്ന് ഒരു സ്മെല്ലുണ്ടാവില്ല, അതുപോലത്തെ സ്മെല്ലാണ് ഇവിടെ ഉള്ളത്. അത്രയ്ക്ക് തന്നെ ടേസ്റ്റ് ഉണ്ടാവും. ഇതിപ്പോൾ ചൂട് ആറാൻ വെച്ചിട്ടാന്നുള്ളത് കഴിച്ചിട്ടില്ല. എന്നാലും ഇത് ടേസ്റ്റ് ഉണ്ടാവലുണ്ട് ഇതുപോലെ ചെയ്തെടുത്താൽ. അപ്പോൾ പിന്നെ അപ്പോൾ എല്ലാം റെഡിയായി. ഇതാ ഫലാഫിൽ മൊത്തം ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ ഫലാഫിലാണ്. ഭയങ്കര ഉള്ളെല്ലാം നല്ല കുക്കായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ പിന്നെ അറബികളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ സെറ്റ് ചെയ്യാം ഫലാഫിൽ. ഇതിൽ വീഡിയോൻ്റെ പാട്ട് കേട്ടിട്ട് ഇപ്പം എല്ലാവരും വരും, ഇതാര് പാടിയെന്ന് വെച്ചിട്ട്. സുമ്മാക്കുണ്ടാ ഇതും എന്താ
ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ സെൻറ്ററിൽ ഇട്ടെടുത്താൽ ഉണ്ടാവും. അപ്പം ഹമ്മൂസ് ഇത് പോമഗ്രാനൈറ്റിൻ്റെ സിറപ്പാണ്. ഇത് കുറച്ചൊന്ന് സെൻറ്ററിലൊന്ന് ഇങ്ങനെ ഒഴിച്ചെടുക്കാം. അങ്ങനെ ഹമ്മൂസ് ഫലാഫിൽ റെഡിയായി. ഇനി സാൻഡ്വിച്ച് ഉണ്ടാക്കാം. അപ്പം പിന്നെ കുബൂസ് വേണം, പിന്നെ വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ ക്യാമറ വെച്ചിട്ട് ഇങ്ങനെ സാധനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല, അതിൻ്റെ ഒരു ഡിസ്റ്റർബ് ഉണ്ട്. പിന്നെ തക്കാളി, ഇനിയിപ്പം ഫലാഫിൽ ഷവർമ എങ്ങനെ ഉണ്ടാക്കൽ നോക്കാം. അപ്പോൾ അതായത് കുബൂസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുബൂസിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാം. കുബൂസ് ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് തക്കാളി, ഇതിൽ ഓണിയനും കൂടി ചേർത്ത് കൊടുക്കണം. സത്യം പറഞ്ഞ ഓണിയൻ തീർന്നു പോയി. പിന്നെ ഫലാഫിലൊന്നിങ്ങനെ പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് തഹീനി, കുറച്ച് ഹമ്മൂസ്, പിന്നെ കുറച്ച് ഒലീവ്സ്, പിന്നെ ഹലോപ്പിനോ അതിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കെച്ചപ്പ്, പിന്നെ ഇത് പോമഗ്രാനൈറ്റ് മൊളാസാണ്, അതും കൂടി കുറച്ച് ഒഴിച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് റെഡ് ചില്ലി സോസ് വെച്ചിട്ടാണ്. ഇതിനെ ഷവർമ പോലെ ചുരുട്ടിയെടുക്കണം. ഇത് ഒന്ന് പിന്നെ ടോസ്റ്ററിൽ വെച്ചിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് പ്രസ് ആയിക്കോളും.
അപ്പോൾ 2 ഷവർമയായി. ഇനി ഞാൻ എല്ലാ ഷവർമ ഉണ്ടാക്കുന്നത് കാണിക്കുന്നില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതാ ഫലാഫിൽ കഴിക്കാനും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഏകദേശം ഒരു 6-7 ഷവർമെങ്കിലും ഉണ്ടാക്കേണ്ടതിൽ വരും. എല്ലാവരും പിന്നെ രാത്രി ഇത് തന്നെയാണ് ഞങ്ങളെ ഫുഡ്. അപ്പം പിന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ഇതുപോലത്തെ വീഡിയോസും എൻ്റെ വിശേഷങ്ങളും വ്ളോഗൊക്കെ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.